ചില യാത്രകൾ നമ്മളെ ഒരു സ്ഥലത്തേക്ക് മാത്രമല്ല കൊണ്ടുപോകുന്നത്, മറിച്ച് നമ്മളെ നമ്മളിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരുന്നു. ഇന്നത്തെ യാത്രയും അങ്ങനെയൊരു അനുഭവമാണ്. രാവിലെ തന്നെ തണുത്ത കാറ്റിനെ കൂട്ടുപിടിച്ച് ഞാൻ യാത്ര തുടങ്ങിയത് കൂട്ടുപുഴ ചുരം ലക്ഷ്യമാക്കിയാണ്. ഓരോ വളവും പിന്നിടുമ്പോൾ മുന്നിൽ തുറന്നു കിട്ടിയ കാഴ്ചകൾ വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്തത്ര മനോഹരമായിരുന്നു. ചുറ്റും പച്ചപ്പിൽ പൊതിഞ്ഞ മലനിരകൾ, താഴേക്ക് നോക്കുമ്പോൾ മേഘങ്ങളുടെ നിഴലിലൊളിച്ചിരിക്കുന്ന താഴ്വരകൾ, ഇടയ്ക്കിടെ മുഖത്തെ തഴുകിയെത്തുന്ന തണുത്ത കാറ്റ്. യാത്രയുടെ ഓരോ നിമിഷവും മനസ്സിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. കുടകുമലയിലേക്കുള്ള കയറ്റം തുടങ്ങിയപ്പോൾ പ്രകൃതി അതിൻ്റെ മറ്റൊരു ഭാവം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. മഞ്ഞു മെല്ലെ വഴിയിറങ്ങി വരുന്നു. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ക്യാമറയിൽ പകർത്താനാകുന്നതിലും മനോഹരമായിരുന്നു കണ്ണുകൾ കണ്ടത്. യാത്രയിൽ ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്കാൾ മനോഹരമാകുന്നത് വഴികളാണെന്ന് പറയാറുണ്ട്. മലകൾ പിന്നിട്ട് കർണാടകത്തിൻ്റെ മണ്ണിലേക്ക് കടന്നപ്പോൾ പ്രകൃതിയുടെ നിറങ്ങൾക്കും ഒരു ചെറിയ മാറ്റം. കാപ്പിത്തോട്ടങ്ങളും ശാന്തമായ ഗ്രാമങ്ങളും. ഓരോ കാഴ്ചയും യാത്രയെ കൂടുതൽ ആസ്വാദ്യകരമാക്കി. വീരാജ്പേറ്റ് പിന്നിട്ട് മുന്നോട്ടു പോകുമ്പോൾ തിരക്കുകൾ കുറഞ്ഞു. നഗരത്തിൻ്റെ ശബ്ദം അകന്നുപോയി. പകരം കേട്ടത് കാറ്റിൻ്റെ ശബ്ദവും പക്ഷികളുടെ പാട്ടും മാത്രം. ഒടുവിൽ ഞാൻ എത്തിയത് വീരാജ്പേറ്റ് മടിക്കേറി റൂട്ടിലുള്ള മോർനാട് എന്ന മനോഹരമായ ഗ്രാമത്തിലേക്കാണ്. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ സ്വർഗം പോലെ തോന്നി ആ സ്ഥലം. അവിടെ കൂൾ കാഷെ ഹോം സ്റ്റേ. ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സ് കീഴടക്കുന്ന അന്തരീക്ഷം. ചുറ്റും പച്ചപ്പ്, നിശബ്ദത, തണുത്ത കാറ്റ്. യാത്രയുടെ ക്ഷീണം പോലും അറിയാതെ പോകുന്ന ഒരനുഭവം. ഒരു ഹോം സ്റ്റേ എന്നതിലുപരി പ്രകൃതിയോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ കിട്ടിയ ഒരവസരമായിരുന്നു അത്. തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് അല്പസമയം മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരു അനുഗ്രഹം തന്നെയാണ്.